ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കറിയാം ഞാൻ കുറേ കാലമായി വീഡിയോ ഇട്ടിട്ടെന്ന്. ഇതിപ്പോൾ ഒരു എനർജി ഇല്ലാത്തൊരു തുടക്കം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. അത് ഞാൻ പോസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ ധൈര്യം സംഭരിച്ച് ഒരു പുതിയ വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് എനിക്കൊരു ടെർമിനുണ്ട്, ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, ഒരു ജോലിയുടെ. അപ്പോൾ ഞാൻ അതിന് പോവാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കബോർഡിൽ കുറേ നാളായിട്ട് യൂസ് ചെയ്യാത്ത കുറച്ച് ക്ലോത്ത്സും കൂടെ ഞാൻ എടുത്ത് പുറത്ത് എന്തായാലും പോവുകയാണ്. അപ്പോൾ കളയാമെന്ന് വിചാരിച്ചു. ഞാൻ കാണിച്ചു തരാം ഇവിടെ എങ്ങനെയാണ് ക്ലോത്ത്സ് ഡിസ്പോസ് ചെയ്യാമെന്ന്. പോവണ്ടാ. ഇതാണ് ഗൈസ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. എൻ്റെ ഫ്രണ്ടിലാന്ന് വെച്ചാൽ കിൻഡർ ഗാർഡനാണ്. അപ്പോൾ ഈ ടൈം ആകുമ്പോഴത്തേക്കും കുട്ടികളുടെ സ്കൂൾസൊക്കെ വിട്ട് സ്കൂളല്ല കിൻഡർ ഗാർഡൻ ഇങ്ങനെ വിട്ട് കുറേ പിള്ളേരിങ്ങനെ പോകണ കാണാം. എനിക്ക് തോന്നുന്നു ഇത് സ്കൂൾ വിടുന്ന ടൈമാണെന്ന്. കാരണം റോട്ടിൽ മൊത്തം പിള്ളേരാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം, ക്ലോത്ത് ഡിസ്പോസ് ചെയ്യേണ്ട. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം പിടിച്ച് വലിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും ഇവിടെ. ഇതിലിങ്ങനെ ക്ലോത്ത്സ് വയ്ക്കാം, തിരിച്ച് ഇങ്ങനെ ആക്കി തിരിച്ചിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ ക്ലോത്ത്സ് അതിൽ വീണോളും. ഞാൻ ക്ലോത്ത്സ് ഡിസ്പോസ് ചെയ്യണ കാണിച്ചില്ലേ, അതുപോലെ തന്നെ എല്ലാതും. ഇപ്പോൾ പ്ലാസ്റ്റിക് ആയാലും പേപ്പർ ആയാലും അതിൻ്റേതായിട്ടുള്ള ബിൻസ് ഉണ്ടാവും. ഓരോ കളർ ബിന്ന്. ഇപ്പോൾ യെല്ലോ കളറാണെങ്കിൽ പ്ലാസ്റ്റിക്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കളേഴ്സ്. യെല്ലോ കളറാണെങ്കിൽ പ്ലാസ്റ്റിക്, പച്ചയാണെങ്കിൽ പേപ്പർ, പച്ചയാണെങ്കിൽ ബയോ, അങ്ങനെ ഓരോന്നിനും ഓരോ കളറുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാതും ഡിസ്പോസ് ചെയ്യണം. എനിക്ക് ഇവിടുന്ന് ടെർമിനുള്ള സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർലാങ്കന. അത് ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ദൂരമുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം ഇവിടെ നിന്ന് ഒരു ഉബാൻ എടുത്ത്, പിന്നെ ഒരു എസ്ബാൻ എടുത്ത്, അത് കഴിഞ്ഞൊരു ബസ്സൊക്കെ പിടിച്ചിട്ട് വേണം അവിടെ എത്താൻ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് കാണാം, അതിലാണ് നമുക്ക് പോകേണ്ടത്. അത് 2 മിനിറ്റിനുള്ളിൽ വരും. ഇതാണ് അവിടുത്തെ ഊബാൻ സ്റ്റേഷൻ. ഊബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ. അത് എല്ലാ സിറ്റിയിലും ഉണ്ടാവില്ല, വലിയ വലിയ സിറ്റികളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വരുന്നുണ്ട്. ഞാൻ ഊബാൻ ഇറങ്ങി അങ്ങനെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇതാണ് മെയിൻ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നല്ല തിരക്കാണ്, എപ്പോഴും തിരക്കായിരിക്കും. മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൽ പോവാം. ഈ ബോർഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലവും എപ്പോഴാണ് ട്രെയിനും അല്ലാതെ അതിലുണ്ടാവും. അത് നോക്കി നമുക്ക് വേണമെങ്കിൽ പോവാം. അല്ലാതെ തന്നെ DBയുടെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് യൂസ് ചെയ്തായാലും നമുക്കിവിടെ ട്രാവൽ ചെയ്യാം. നമുക്കിപ്പോൾ പോകേണ്ടത് എർലാങ്കനിലാണല്ലോ. എർലാങ്കൻ്റെ ഹോപ്റ്റ് ബെനോഫിക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടേക്കുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോം 4-ലാണുള്ളത്. പ്ലാറ്റ്ഫോം 4. ആറ് 20 നമ്മളുടെ ട്രെയിൻ. ഇതിൽ കയറാം. Ich gucke, wenn sich das ergibt, eine Subsidie, dann hole ich mir 1, 2 oder 3 Stück. Heute habe ich 3 Stück gegeben. Eine habe ich sogar verschenkt. Weil da ist noch eine, die ist Isabelle und so. Die schenken auch die ganzen Shops. ഞാൻ എർലാങ്കനിലെത്തിയിട്ടോ. ഇതാണ് എർലാങ്കൻ്റെ ബാനോഫ്. ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സിറ്റി ആണെങ്കിൽ പോലും ഞാൻ ഒട്ടും വരാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിനിൽ വന്നപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു. ഞാൻ ഫുള്ളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. നമ്മളുടെ നാട്ടിലത്തെ ബസ് പോലെ ഈ ബസ്സിന് കിളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ സ്റ്റോപ്പ് ഞെക്കണം. അടുത്ത സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പം ഇവിടെ ഒരു സ്റ്റോപ്പ് ഞെക്കി കഴിഞ്ഞാൽ ഡ്രൈവറിനെ അറിയാം. എൻ്റെ ടെർമിൻ ശരിക്കും 2:30-ക്കാണ്. ഞാനിവിടെ 2:11-15 ആയപ്പോഴത്തേക്ക് എത്തി. ഇവിടെ നേരത്തെ വന്നാലും പ്രശ്നമാണ്, വൈകി വന്നാലും പ്രശ്നമാണ്. നേരത്തെ വന്നു കഴിഞ്ഞെന്ന് വെച്ചിട്ട് നമുക്ക് അവിടെ കയറിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എനിക്ക് എക്സാക്ട് ലൊക്കേഷൻ അറിയില്ല. ഇവിടെയാണ് ലൊക്കേഷൻ തന്നെ ഗൂഗിൾ മാപ്പ് കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. അവരുടെ നമ്പർ ഉണ്ട്. അവരിനി ഒന്ന് വിളിച്ചു നോക്കണം. ഒരു 20 ആവുമ്പോൾ നമുക്ക് വിളിച്ചു നോക്കാം. ഞാൻ അവരെ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ സുപ്പോൾ പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്.
അപ്പോൾ ആൾ 2 മിനിറ്റിൽ വരാമെന്ന് പറഞ്ഞു. അപ്പം ഇനി ഞാൻ എൻ്റെ ടെർമിയും കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഓക്കെ. ഈ വാൻ നോക്കിയേ, ഈ വാൻ കാണുമ്പോൾ പണ്ടൊക്കെ നമുക്ക് പേടിയായിരുന്നു, ആരെങ്കിലും വലിച്ചൊടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഗൈസ്, സക്സസ്ഫുള്ളി ഞാൻ എൻ്റെ ടെർമിനൊക്കെ കഴിഞ്ഞു, വീട്ടിലെത്തി. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ കയറാമെന്ന് ചോദിച്ചു, കാരണം എനിക്ക് ഭയങ്കര ക്രേവിങ്. ഒന്നിനല്ല, വലിയ ക്രേവിങ് അല്ല, അതുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിച്ച് വിട്ട് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാൻ. അപ്പോൾ എൻ്റെ അടുത്ത് ബ്രെഡില്ല, ഗാർലിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രെഡും ഒറിഗാനോവും അങ്ങനെ കുറച്ച് സീസണിങ്ങും ചീസൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒന്നും നമ്മൾ നോക്കരുത്, നമ്മൾ ഇടവും വല്ല നോക്കാണ്ട് നേരെ ബ്രെഡിൻ്റെ സ്ഥലത്തേക്ക് പോവാം. അതാണ് എൻ്റെ പോക്കറ്റിന് നല്ലത്. ഇവിടെ ഞാൻ എപ്പോഴും കാണുന്നൊരു സംഭവം കേട്ടോ, സുഷി. ഈ സുഷി ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ കമൻറ്റിൽ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എപ്പോഴും വാങ്ങണമെന്ന് വിചാരിക്കും. പക്ഷെ എനിക്കിഷ്ടമായില്ലെങ്കിലോ അങ്ങനെ വിചാരിച്ച് ഞാൻ വാങ്ങാറുമില്ല. ഞാൻ വന്നേക്കുന്നത് എടേക്കലാട്ടോ. ഇവിടെയാണെങ്കിൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന എല്ലാത്തരം പയറ്, പരിപ്പ് ഇതൊക്കെ കിട്ടും. മറ്റേ കിഡ്നി ബീൻ, പരിപ്പ് എല്ലാം കിട്ടും. ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം കാർട്ടൊന്നും എടുത്തില്ല, കയ്യിൽ തന്നെ എടുത്തിട്ട് ബില്ലിങ്ങിൻ്റെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ബ്രെഡ് സെഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ബ്രെഡ് സെഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ടൈപ്പ് ബ്രെഡ് ഉണ്ടാവും. അപ്പം നമുക്ക് കൺഫ്യൂഷനാവും ഏതെടുക്കണം എന്നുള്ളത്. ഇത് ഫുള്ള് ബ്രെഡ് സെഷനാണ്. പിന്നെ ഇത് പോരാഞ്ഞിട്ട് അവിടെ ഫ്രഷ്ലി ബേക്ക്ഡ് ബ്രെഡ്സും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രെഡ്സിന് വേറൊരു സെഷൻ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് അങ്ങനത്തെ ബ്രെഡ്സാണ്, നല്ല ബ്രെഡ്സാട്ടോ. കണ്ടോ, ഗാർലിക് ബ്രെഡിന് നമുക്ക് വേണ്ടത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് ബ്രെഡൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു ബ്രെഡാണ് എൻ്റെ മനസ്സിൽ. നമുക്ക് നോക്കാം. ഇത് ഇവരുടെ ഫ്രൂസ്റ്റ് ബ്രെഡാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡായിട്ട് വയ്ക്കുന്നതാണ്. ഇത് നല്ലതാണ്, ഇത് സോഫ്റ്റ് അത്യാവശ്യം. ഈ ബ്രെഡില്ലേ, ഇത് നല്ല ബ്രെഡാട്ടോ. ഇത് സാൻഡ്വിച്ച് ബ്രെഡാണ്, പക്ഷെ ഇതിന് ഇച്ചിരി വില കൂടുതലാണ്, 2 യൂറോ ഒക്കെ വരുന്നുണ്ട്. പിന്നെ വേറൊരു ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ട് ഡോഗിൻ്റെ ബ്രെഡ്. ഇത് അടിപൊളിയാട്ടോ. ഈ ബ്രെഡ് ഞാൻ ഇതിനു മുന്നേ വാങ്ങിയിട്ടുണ്ട്. ഈ ഹോട്ട് ഡോഗിൻ്റെ ബ്രെഡ് എന്നിട്ട് ഞാൻ ക്രീം ബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇത് എടുക്കാം, ഫൈനലൈസ് ചെയ്തു. ഗാർലിക് ബ്രെഡ് ആയതുകൊണ്ട് ഈ വക സാധനങ്ങളൊന്നും വേണ്ട. പക്ഷേ ഈ ഫ്ലൈഷൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ഫ്ലൈഷും ഒരു ചീസും പിന്നെ എന്തെങ്കിലും ലെറ്റ്യൂസോ എന്തെങ്കിലും സോസൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഈ സെഷനിൽ വന്നു കഴിഞ്ഞാൽ എല്ലാത്തരം ഹേർബ്സും സ്പൈസസ് ഒക്കെ കിട്ടും. നമ്മളെ നാട്ടിൽ കിട്ടുന്ന സ്പൈസസിൻ്റെ എല്ലാം പൗഡർ ഫോം കിട്ടും. ഇപ്പോൾ നോക്കി, മഞ്ഞപ്പൊടി, എല്ലാത്തിനും ഈ സിനമണിൻ്റെ ഒക്കെ പൗഡർ ഫോം ആയിരിക്കും കൂടുതൽ, കുറച്ചും കൂടെ പൈസ റേറ്റ് കുറവിന് കിട്ടുക. പിന്നെ ചതച്ച മുളക് ഇതിനൊക്കെ റേറ്റ് കൂടുതലാട്ടോ. ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക കൂടുതലായിട്ട്. പാപ്രിക്ക എല്ലാം കിട്ടും, എല്ലാത്തിനും പൗഡർ ഫോം. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറിഗാനോ വേണ്ടത്. ഒറിഗാനോ എത്ര വലുത് വേണ്ട, നമുക്ക് ചിരി മതി, ചെറുത് മതി. ചെറുത് ഞാൻ തപ്പട്ടെ. ചെറിയ ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. ഇതിനാണെങ്കിൽ 85 സെൻറ്റ് അങ്ങനെ എന്തോ ഉള്ളൂ. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട 2 സാധനങ്ങൾ ചീസും പിന്നെ ബട്ടറും. ചീസ് ഇല്ലെങ്കിലും ബട്ടർ മസ്റ്റാണ്, ബട്ടർ എടുക്കാം. നാട്ടിൽ വെച്ച് ഒട്ടും ഈ കേടൊന്നും യൂസ് ചെയ്യാത്ത ഞാനാട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ കേടിൻ്റെ അഡിക്റ്റാണ്. കേടിന് മാത്രമല്ല, ഈ നമ്മുടെ യോഗട്ട്സിൻ്റെ ഫ്ലേവേർഡ് യോഗട്ട്സിൻ്റെ എനിക്കറിയാം ഫ്ലേവേർഡ് യോഗട്ട്സ് അത്ര നല്ലതല്ല, ഹെൽത്തില്ല. ഞാനതെല്ലാം മാക്സിമം ഇങ്ങനെ കഴിക്കാണ്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇതുപോലെ കാണുമ്പോൾ എനിക്ക് വാങ്ങാണ്ടിരിക്കാൻ തോന്നില്ല. ഇത് ഫുള്ള് ഫ്ലേവേർഡ് യോഗട്ട്സാണ്. ഇത് അടിപൊളിയാട്ടോ. മ്യൂസല്ലി പോലത്തെ സംഭവങ്ങൾ വന്നിട്ട് മുകളിൽ അത് മിക്സ് ചെയ്ത് വയ്ക്കാം. അതുപോലത്തെ ചോക്കോ ചിപ്സിൻ്റെ ഇത് ഫുള്ള് ഈ റാക്ക് ഫുൾ ഫ്ലേവേർഡ് യോഗട്ട്സിൻ്റെ. അതുപോലെ തന്നെ ചീസും നമുക്ക് കൺഫ്യൂഷനാവും. പക്ഷെ ഞാൻ സാധാ ചീസ് എടുത്ത് ടോസ്റ്റിൽ വെക്കുന്ന ചീസ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പച്ചക്കറിയും കൂടെ നോക്കാമെന്ന്. എന്തെടുക്കണം? ക്യാരറ്റ് എടുക്കാമല്ലേ? ക്യാരറ്റ് കുറച്ച് നാളായി വാങ്ങിയിട്ട്. ഇത് നോക്കി, ഇത് സൂപ്പിൻ്റെ വെജിറ്റബിൾസാണ് കാണാൻ പറ്റുന്നുണ്ട്.
സൂപ്പിൻ്റെ വെജിറ്റബിൾസാണ്. ഈ ഫുൾ പാക്ക് വാങ്ങി കഴിഞ്ഞാൽ സൂപ്പ് ഉണ്ടാക്കാം. ഇത് അടിപൊളിയാണ്. പക്ഷേ ഞാനത് ഉണ്ടാക്കാറില്ല. നമുക്ക് ക്യാരറ്റ് എടുക്കാം. എന്തായാലും 1 കിലോ ക്യാരറ്റ്. നമുക്കാണെങ്കിൽ ഇവിടെ സെൽഫ് ബില്ലിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് സെൽഫ് ബില്ലിങ് ചെയ്യാം. അതാണ് എപ്പോഴും നല്ലത്. സുഖോ. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഞാൻ 2 അറിയാണ്ട് ലൈക്ക് സെയിം ക്യാരറ്റ് 2 പ്രാവശ്യം ചെയ്തു. എന്നിട്ട് ഒരെണ്ണം ഞാൻ റിമൂവ് ചെയ്തു. ഒന്നും പ്രശ്നമില്ല. ഇനി സാലൻ ഇതാക്കാം. ഇനി ഞാൻ എൻ്റെ ഫോൺ വെച്ചിട്ട് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻ്റായി. ഇവിടെ ബില്ലിൽ ഒരു ബാർകോഡ് ഉണ്ടാവുമല്ലോ. ആ ബാർകോഡ് സ്കാൻ ചെയ്താലേ അവിടുത്തെ ഫ്രണ്ടിലുള്ള ആ ഡോറ് ഓപ്പൺ ആവുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് ക്യാഷും പേ ചെയ്ത് വേണമെങ്കിൽ സാധാ പോലെ അങ്ങനെയും ചെയ്യാം. അവിടെ തിരക്കാണെങ്കിൽ നമുക്ക് സെൽഫ് ബില്ലിങ്ങും ചെയ്യാമല്ലോ. ഞാൻ അതിസാഹസികമായിട്ട് വീട്ടിലെത്തി. എന്നിട്ട് ഞാൻ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അടുത്ത് ഗാർലിക് ഇല്ല. ആക്ച്വലി എൻ്റെ അടുത്ത് ഗാർലിക് ഉണ്ട്, കുറേ ഗാർലിക് ഉണ്ട്. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്യാണ്ട് അത് മുളച്ച് കേടായി. എന്നിട്ട് ഇപ്പം എനിക്കൊരു 5 അല്ലി ഗാർലിക് കിട്ടി. ഞാൻ കാണിച്ചു തരാം. ഇത് നോക്ക്, ഇത് മൊത്തം ഗാർലിക്കാണ്. ഇത് മൊത്തം കേടായി. എന്നിട്ട് എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഗാർലിക് ഇത്രേ. കാരണം ഇവിടെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പിന്നെ ഞാൻ മറ്റേ ഡ്രസ്സിങ് ഉണ്ടാക്കി കേട്ടോ. ഇത് ബട്ടറും ഒറിഗാനോവും ചില്ലി ഫ്ലേക്സും. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ എൻ്റെ വിധി എന്ന് വെച്ചിട്ട് എനിക്ക് വിഷമാവുണ്ട്. എന്നാലും നമ്മൾ പിന്മാറരുത്. നമ്മളിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ. അപ്പം ബട്ടറിൽ നമ്മൾക്ക് എന്തായാലും ഗാർലിക് കുറച്ച് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ ഡ്രസ്സിങ്ങിക്ക് അതിടുക. എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ബ്രെഡായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു അലങ്കാരത്തിന് ചീസും കൂടെ വയ്ക്കാം. അതാണ് എൻ്റെ ഒരു പ്ലാൻ. ഈ പ്ലാൻ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. ഇത്രയും ബട്ടർ മതിയാവും. കുറച്ചല്ലേ ഉള്ളൂ ഗാർലിക്ക്. പ്രൊഫഷണൽ രീതിയിൽ സോട്ട് ചെയ്യാം. ഓക്കെ. ചുട്ട ഗാർലിക്കിൻ്റെ എഫക്റ്റ് വരാൻ വേണ്ടി ഞാനിത് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്നുള്ളത് ചോദിക്കരുത്. ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോൾ ഉള്ളിലത്തെ സംഭവങ്ങളും വെന്തിട്ടിക്കോളും. ഓക്കെ. ഇനി ഞാൻ ഈ ഡ്രസ്സിങ് എടുത്തു. നമ്മളുടെ ഗാർലിക് ഇടിക്കില്ല കേട്ടോ. ഈ ഗാർലിക് ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നന്നായിട്ട്. ഗാർലിക് ശരീരത്തിന് കേടല്ലാത്തതുകൊണ്ട് വെന്തില്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ? അറിഞ്ഞൂടാ. നിങ്ങൾ എൻ്റെ കണ്ടിട്ട് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. നല്ല വീഡിയോ എല്ലാം കാണാം, എന്നിട്ട് ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നത് വെന്തിട്ടില്ല. ഇതിങ്ങനെ കിട്ടി എനിക്ക്. ഉള്ളതല്ലേ? ഉപ്പിൻ്റെ കുറവുണ്ട്. ഇത്രേ ഉള്ളൂ. ഉപ്പ് ഞാൻ ഇട്ടു ഓൾറെഡി. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാണിച്ചതാ. സോറി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇച്ചിരി കൂടെ. അത് മറ്റേ എനിക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടണ, ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കിട്ടണ മറ്റേ ബട്ടറില്ലേ, അതിൻ്റെ ടേസ്റ്റ് പോലെ തോന്നുന്നു എനിക്ക്. കാണാൻ കൊള്ളാം. കാണാൻ ചന്തത്തിനൊന്നും കുറവില്ല. കഴിച്ചാൽ മതി. ബ്രോട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഇതാക്കാം. ഈ സംഭവം ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നല്ല കുട്ടപ്പിയാക്കാം. കണ്ടോ? കൊള്ളാല്ലേ? ഇതെനിക്കിഷ്ടമായി. ഇത് കൊള്ളാം. ഇനി നമുക്ക് നമ്മളുടെ ഇതും കൂടെ വെച്ച് കൊടുക്കാം. എന്ത്? നമ്മുടെ ചീസ് സ്ലൈസും അതും കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതും ഇതിൻ്റെ മുകളിലും കൂടെ സ്പ്രെഡ് ചെയ്യാം. ഒന്നിനൊരു കുറവ് വരുത്താൻ പാടില്ല.
നൈസാവുമായിരിക്കും കഴിക്കുമ്പോൾ അല്ലേ. ഞാനിപ്പോൾ വിചാരിച്ചു എനിക്കിപ്പോൾ വേറൊരു പ്ലാൻ വന്നു. ഇത് ടോസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ചീസ് വയ്ക്കാം. ലുക്കിനൊന്നും ഒരു കുറവില്ല, സെറ്റാണ്. അയ്യോ, ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. കാരണം നല്ല സൗണ്ട് ഉണ്ട്, അത് കേൾക്കുന്നുണ്ടോ വീഡിയോയിൽ? ചീസ് കിട്ടി, നമുക്ക് ചീസും കൂടെ വെക്കാം കേട്ടോ. നമ്മുടെ പരിപാടി ഏകദേശം തീർന്നു. ചീസ് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഫൈൻ പ്രോബ്ലം. ഇതിങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇത് കരിയാൻ പാടില്ല, കരിയാൻ തീർന്നു. കരിയാൻ പാടില്ല എന്നിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവണ്ടല്ലോ. എന്താ പെറ്റി എനിക്ക് അങ്ങനെയല്ല കേട്ടോ, ഞാൻ വീഡിയോ എടുത്തോണ്ടാവും അല്ലേ. ഓക്കെ, ഡൺ. ഇനി നമുക്കൊരു മുട്ടയും കൂടെ പൊട്ടിക്കുക. എന്തായാലും ഇത്രക്കായി, ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വറുത്ത് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക, എന്നിട്ട് കഴിക്കുക. അത്രേ ഉള്ളൂ. ഇനി കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ഫൈനലി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബ്രെഡാണ്. ഇതിൽ ജസ്റ്റ് ചീസും മറ്റേ സ്പ്രെഡും പിന്നെ അവക്കാഡും. ഇതിലാണെങ്കിൽ ഞാനൊരു മുട്ടയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കട്ടെ, കഴിച്ച് നോക്കിയിട്ട് പറയാം. ഞാൻ കഴിക്കാൻ പോണേ. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം മുട്ടയില്ലാത്ത കരിഞ്ഞ ബ്രെഡ് കഴിക്കാം. ഇതുള്ളൂ, പക്ഷെ ചീസ് തൊണ്ടയിൽ ഒട്ടിപ്പിടിക്കണം. നമുക്ക് മുട്ടയുള്ളത് കഴിക്കാം. ഇത് കുറച്ചുകൂടി ഫീലിംഗ് ഉണ്ട്, കാരണം അവക്കാടെ മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട്. ഇത് ലെവല് വേറെ, ഇത് അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്തായാലും കഴിച്ചോ, അല്ല കഴിച്ചോ നല്ല ഉണ്ടാക്കി നോക്കിക്കോ. എൻ്റെ നോക്കിയല്ല വേറെ അറിയേണ്ടത് നോക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്ത് ഔട്ടറൊക്കെ ആണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുപോലല്ല, ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു ദിവസം വരാം, കുറച്ചും കൂടെ നല്ല കണ്ടൻസ് ആയിട്ട്. അപ്പോൾ ടിൽ ദെൻ ബൈ 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 ബൈ.